ഇപ്പോൾ പാലക്കാട് നെന്മാറയിൽ പ്രതിഷേധം. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിലേക്ക് എത്തിയിരിക്കുന്നത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പോലീസിന്റെ വലിയ വീഴ്ച ഈ സംഭവത്തിൽ, ഈ ഇരട്ടക്കൊലപാതക സംഭവത്തിൽ പോലീസിന്റെ വലിയ വീഴ്ച ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു. ഇവർ പരാതി അടക്കം നൽകിയിട്ടും കാര്യമായ ഇടപെടൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ഈ കൊടും ക്രിമിനൽ ജാമ്യവ്യവസ്ഥ ലംഘിച്ച കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പോലീസ് കാര്യമായി ഒന്നും ചെയ്തിരുന്നില്ല എന്നാണ് ഇവർ പറയുന്നത്. വീട്ടുകാരും ഈ മക്കളടക്കമുള്ള പറയുന്നത്. അപ്പോൾ അതിലാണിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചത്. നിഖിൽ, അത്രത്തോളം കൊടിയ അനാസ്ഥ പോലീസിന്റെ ഭാഗത്തുണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട, അത് സമരത്തിലേക്കൊക്കെ പോവുകയാണ്. തീർച്ചയായിട്ടും അശ്മി, പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം. കാരണം പോലീസ് കൃത്യമായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈ സുധാകരന്റെ മക്കൾ പരാതി നൽകിയിരുന്ന ഘട്ടത്തിൽ തന്നെ ഈ പരാതി വേണ്ടുന്ന ഗൗരവത്തിൽ പരിഗണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിൽ 2 ജീവനുകൾ പൊലിയുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതൃത്വത്തിൽ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. വലിയ രോഷം, ജനരോഷം തന്നെ പോലീസിനെതിരെ ഉയരുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം ഈ കൃത്യമായിട്ട് ഈ സുധാകരന്റെ മക്കൾ പരാതി നൽകിയ ഘട്ടങ്ങളിലൊന്നും തന്നെ പോലീസ് അത് വേണ്ടുന്ന രീതിയിൽ പരിഗണിച്ചില്ല. ജാമ്യ ഉപാധികൾ ലംഘിച്ചുകൊണ്ട് ആ പഞ്ചായത്തിൽ തന്നെ പ്രവേശിക്കരുത് എന്നുള്ള നിയമം നിലനിൽക്കുകയും ആ ഉപാധികളൊക്കെ ലംഘിച്ചുകൊണ്ട് ഇയാൾ തൊട്ടടുത്ത വീട്ടിൽ, അതായത് സജിതയെ കൊലപ്പെടുത്തിയതിന് ജയിലിൽ കിടന്നയാൾ തൊട്ടടുത്ത വീട്ടിൽ താമസിച്ചിട്ടും മാസങ്ങളോളം പോലീസ് ഈ പരാതി പരിഗണിക്കാതെ പൂഴ്ത്തിവെച്ചു. അതാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിലേക്ക് നയിച്ചത്, ഒരു ദാരുണമായിട്ടുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്ന ഒരു ഈ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു വാദം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധ പ്രകടനവുമായി ഇവരിവിടേക്ക് എത്തിച്ചേർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ പോലീസ് നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രവർത്തകർ ഈ ബാരിക്കേഡിന് മുകളിലേക്ക് മറികടന്നുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനകത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് അതിനെ തടയുകയും പ്രവർത്തകരുമായൊരു ഉന്തും തള്ളും സാഹചര്യം ഉണ്ടായി. തുടക്കത്തിൽ തന്നെ പ്രകോപനത്തിലാണ് പോലീസ്. പൂർണ്ണമായി പ്രവർത്തകരെ അടിച്ചമർത്തുക എന്നുള്ളൊരു നീക്കവുമായിട്ടാണ് ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം 100ഓളം ഉദ്യോഗസ്ഥർ ഇതിന്റെ ഈ പ്രതിയായിട്ടുള്ള ചെന്താമരന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കുമ്പോൾ ഒരു ഭാഗത്ത് ഈ മാർച്ചിനും ഒരുപാടധികം പോലീസുകാരിവിടെ അണിനിരത്തിയിട്ടുണ്ട്. അത്രമേൽ പ്രതിഷേധത്തിലാണ് ഇവിടുത്തെ ജനത എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം പോലീസ് ഇത്തരത്തിൽ ഒന്നാമത് ഇയാൾക്ക് ജാമ്യം നൽകിയത് തന്നെ തെറ്റ് എന്ന് മാത്രമല്ല, ഇയാൾ ജാമ്യ ഉപാധികൾ ലംഘിച്ചുകൊണ്ട് ഈ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്നു എന്നുള്ള കാര്യം അറിയിച്ചിട്ടും പോലീസ് വേണ്ടുന്ന ഇടപെടൽ നടത്തിയില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെ, നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഈ പശ്ചാത്തലത്തിലാണ് പോലീസിനെതിരെയുള്ള പ്രതിഷേധം ഇപ്പോൾ ശക്തമാകുന്നതും. ഹാഷ്മി, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ്. അവിടെ പോലീസിൽ വലിയ വീഴ്ചയുണ്ടായി എന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യത്തിൽ വ്യക്തമായതാണ്. ഈ പറയുന്ന രീതിയിൽ ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന കാര്യവും ഇയാൾ ജാമ്യവ്യവസ്ഥ ലംഘിച്ച് വീടിനടുത്ത് താമസിക്കുന്ന കാര്യവും ഒക്കെ ഈ മക്കളടക്കമുള്ള പോലീസിനെ ചൂണ്ടിക്കാണിച്ചിട്ടും കല്ലിന് കാറ്റ് പിടിച്ച പോലെ പോലീസ് ഇരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കൊടിയ അനാസ്ഥയ്ക്കെതിരെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടെ നടക്കുന്നത്. അങ്ങനെ ആ പോലീസ് അനാസ്ഥയിൽ നഷ്ടമായത് 2 ജീവനുകൾ കൂടിയാണ്. അതും അങ്ങേയറ്റം ക്രൂരമായ രീതിയിലാണ് ഈ പ്രതി സുധാകരനെയും സുധാകരൻ്റെ അമ്മയും വെട്ടിക്കൊലപ്പെടുത്തിയത്. 5 വർഷം മുമ്പ് സുധാകരൻ്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയതാണ്. ഇപ്പോൾ അമ്മയെ നഷ്ടമായ നേരത്തെ ഇപ്പോൾ അച്ഛനെ നഷ്ടമായി. ഞങ്ങൾ എങ്ങനെ അനാഥരായി എന്നുള്ളത് ആരോട് പോയി പറയും എന്ന മക്കളുടെ കണ്ണീരിൽ കുറഞ്ഞ വല്ലാത്ത വേദനിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന ആ ചോദ്യം നമ്മളെയൊക്കെയും വേട്ടയാടുന്ന ചോദ്യമാണ്. നിഖിൽ പ്രമേഷ് ആ വാർത്തയുടെ വിവരങ്ങൾ. നിഖിൽ, ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഇന്നലെ 10 മണിക്ക് ഇയാൾ ഈ നരഹത്യ ക്രൂര കൊലപാതകം ചെയ്തതാണ്. അതിനുശേഷം ഇപ്പോൾ അടുത്ത ദിവസമാകുന്നു. അടുത്ത ദിവസം 12:30 ആയിട്ടും ഈ ചെന്താമര എവിടെ എന്ന പ്രത്യേകിച്ചൊരു സൂചനയും പോലീസിന് ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാടടക്കി എല്ലായിടവും പോയി നാട്ടുകാർക്ക് പരിശോധന നടത്തുന്നു എന്നതിനപ്പുറം ഇയാൾ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല പോലീസിന്. പോലീസിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനല്ലേ ഇതൊക്കെയും ഇടയാക്കൂ നിഖിൽ? തീർച്ചയായിട്ടും അശ്മി, അത് തന്നെയാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത്ര വലിയൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ അതായത് 24 മണിക്കൂർ കഴിഞ്ഞ് ഈ ക്രൂര കൃത്യം നടത്തിയിട്ട് 58-കാരനായിട്ടുള്ള ചെന്താമര ഇവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ട് 26 മണിക്കൂർ പൂർത്തിയായിരിക്കുന്നു. ഈ പ്രതി എവിടെയുണ്ട്, ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യം പോലും കണ്ടെത്താൻ നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ ഇത്തരത്തിലുള്ളൊരു നിഷ്ഠൂരമായിട്ടുള്ളൊരു കൃത്യം നടക്കുന്നതിന് മുൻപ് തന്നെ പോലീസിന് ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. കാരണം പല ആളുകൾ, ബന്ധുക്കൾ, അതോടൊപ്പം തന്നെ അയൽവാസികൾ
അവരുടെ അയൽവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഈ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പുഷ്പ എന്ന സ്ത്രീ മരണഭയം മൂലം പോലീസ് സ്റ്റേഷനിലെത്തി 3 പരാതികളാണ് നൽകിയത്. തന്നെയും ഒരുപക്ഷെ ചെന്താമര കൊല്ലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സംരക്ഷണം നൽകണം, ഇയാളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പോലീസ് സ്റ്റേഷനെ സമീപിച്ചിരുന്നു. ആ ഘട്ടത്തിലൊന്നും തന്നെ പോലീസ് വേണ്ടുന്ന തരത്തിൽ അതിനെ ഗൗനിച്ചില്ല, ആ പരാതിയെ അവഗണിക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ഇവിടെ ഒന്നല്ല 2 കൊലപാതകം ഇവിടെ അരങ്ങേറിയത്. എന്തായാലും പ്രതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഒരു ഭാഗത്ത് സജീവമായി നടക്കുന്നുണ്ട്. വിവിധ ഘട്ടങ്ങളായി തിരിഞ്ഞുകൊണ്ട് വിവിധ ടീമുകളായി തിരഞ്ഞുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നെല്ലിയാമ്പതി മലനിരകളിലടക്കം കാര്യമായ രീതിയിലുള്ള തെരച്ചിൽ നടക്കുന്നു, വയറ്റിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. കുളങ്ങളിലും പുഴകളും കേന്ദ്രീകരിച്ചുകൊണ്ട് സ്കൂബ ഡൈവിംഗ് ടീം ഇന്ന് തെരച്ചിൽ നടത്തിയിരുന്നു. അങ്ങനെ വിവിധ സംഘങ്ങളായിക്കൊണ്ട് തന്നെ വിവിധ സംഘങ്ങളുണ്ട്, 20 പേരടങ്ങുന്ന സംഘങ്ങളൊക്കെയാണ് നാട്ടുകാർ തിരച്ചിൽ നടത്തുന്നത്. അങ്ങനെ പല ഘട്ടങ്ങളിലായി തിരച്ചിൽ നടക്കുന്നുണ്ടെങ്കിൽ ഈ പ്രതിയെക്കുറിച്ച് ഇപ്പോൾ 26.5 മണിക്കൂർ പൂർത്തിയായിട്ടും യാതൊരു സൂചനയും ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉയർന്നു വരുന്നത്. യൂത്ത് കോൺഗ്രസും KSUം കൂടെ ചേർന്നാണ് ഇപ്പോൾ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്കായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഈ മാർച്ചിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ രോഷം തന്നെ, പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുള്ള വലിയ രോഷമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. തുടക്കത്തിൽ തന്നെ ആ നാട്ടുകാർ സ്വീകരിച്ചൊരു നിലപാടുണ്ട്, പോലീസിന്റെ കയ്യിലല്ല ഞങ്ങളുടെ കയ്യിലാണ് ഈ പ്രതിയെ കിട്ടുന്നതെങ്കിൽ അയാളെ ഞങ്ങൾ വച്ചു കളയില്ല എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അത്രയധികം രോഷം ആ പ്രതിയോടുണ്ട്. കാരണം ആദ്യം ഒരു സ്ത്രീയെ, ഒന്നും അറിയാത്തൊരു നിരാലംബയായിട്ടുള്ള ഒരു സ്ത്രീയെ, നിസ്സഹായമായ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നു, പിന്നീട് ആ കുടുംബത്തെ തന്നെ ശിഥിലമാക്കുന്നു. ആ വീട്ടിലെ ഗൃഹനാഥനെ, സുധാകരൻ എന്ന ഗൃഹനാഥനെ കൊലപ്പെടുത്തുന്നു, അതിനുശേഷം അവരുടെ അച്ഛമ്മയെ കൊലപ്പെടുത്തുന്നു. ഇതൊക്കെ വളരെ ക്രൂരമായിട്ടാണ് പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്തത് പോലും. ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തുവന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് നമ്മെ പേടിപ്പെടുത്തുന്നതും ഞെട്ടിപ്പിക്കുന്നതുമാണ്. കാരണം കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പോലീസ് വീഴ്ചയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടക്കമുള്ളവർ അവിടെ പ്രതിഷേധത്തിന് നേതൃത്വം നൽകാനുണ്ട്. പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ല, ഇയാളെ വിട്ടയച്ചോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതിഷേധം.